നിങ്ങൾ ഒരിക്കലും ഇത് ക്വിറ്റ് ചെയ്ത് പോവരുത്. ഈ വീഡിയോ ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊരു വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേ മൈ ലൈഫോ ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്കതിനൊരു റിസൾട്ടും കിട്ടാനില്ല. എത്ര കണ്ടന്റ് ചെയ്തിട്ടും നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് ഓരോന്ന് സെറ്റ് ചെയ്തിട്ടും അതിനൊരു റിസൾട്ട് കിട്ടണില്ല എന്നുള്ളൊരു ഫേസിലാണ് നിങ്ങളിപ്പോൾ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. എപ്പോഴും ക്യാമറ സെറ്റ് ചെയ്ത് വീഡിയോ എഡിറ്റാക്കി നമ്മൾ ഓരോന്നതിന് ഒരു സ്റ്റെപ്പ് എടുത്ത് കഷ്ടപ്പെട്ട് എഡിറ്റും ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടും നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് അതിന് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കും, ഞാൻ പോരാ, ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ അത്ര നന്നല്ല, ഇതിപ്പോൾ അവർക്ക് ഇഷ്ടമാവാനായിട്ടായിരിക്കും, ഞാൻ ചെയ്തത് പോരാനായിട്ടായിരിക്കും എന്നുള്ളത് ഒരുപാട് തോട്ട്സ് നമുക്ക് വരും. ഇത് നാച്ചുറലാണ്, ഒരിക്കലും ഇത് നമ്മളൊരു തെറ്റോണ്ട് തോന്നുന്നൊരു കാര്യമല്ല. ഇത് എങ്ങനായാലും ഒരു യൂട്യൂബ് തുടങ്ങിയൊരു ബിഗിനേഴ്സിന് എങ്ങനായാലും വരുന്നൊരു തോട്ടാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. പക്ഷേ ഇത് നിങ്ങളെ ഫെയിലിയർ അല്ല, ഇതൊരു ഫേസാണ്. നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ നാളെ അത് ഹൈ ലെവലിലേക്കാണ് പോകും, അപ്പോൾ തന്നെ അത് റീച്ച് ആവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടി നമ്മൾ ചാനൽ തുടങ്ങരുത്. നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇത് കയറുള്ളൂ. ബിക്കോസ് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എന്തായാലും ഇത് ഹൈ റേഞ്ചിക്ക് പെട്ടെന്ന് കയറില്ല. ഇതിന് കുറേ സ്റ്റെപ്പുകളുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്താലേ നമുക്ക് ആ ഒരു ഫേസിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ വൺ ഡേ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ എല്ലാവരും നിങ്ങൾ അറിയുന്ന ഒരു സ്ഥലത്തിൽ നിങ്ങൾ എത്തിപ്പെടും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുക യൂട്യൂബ് എടുത്തിട്ടോ അല്ലെങ്കിൽ ChatGPT പോയിട്ട് എങ്ങനെയായാലും ഇപ്പോൾ സെർച്ച് ചെയ്ത് തുടങ്ങും, ഇങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്, യൂട്യൂബിൽ ഇപ്പോൾ എന്താ പ്രശ്നം, ഞാൻ ചെയ്യുന്ന വീഡിയോസ് പോരാഞ്ഞിട്ടാണെന്നുള്ള കുറേ സംശയങ്ങൾ എല്ലാവർക്കും കാണും. അപ്പോൾ ഒട്ടുമിക്ക വീഡിയോസ് എടുത്ത് നോക്കിയാലും കാണാം നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ടൈമിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാണും. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു സംഭവമൊക്കെ തന്നെ ആണ്. എങ്കിലും നമുക്ക് കുറച്ച് പേഷ്യൻസ് എന്ന സംഭവം ഇതിന് ഭയങ്കരമായിട്ട് വേണം. കാരണം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സീഡ് ഒരു സോയിലിൽ കുഴിച്ചിട്ടാൽ പിറ്റേ ദിവസം നിന്നിട്ട് അത് മരമായി എന്ന് പറഞ്ഞ് നോക്കാൻ നിന്നാൽ അത് പോസിബിൾ അല്ല. ബിക്കോസ് അത് ആ സോയിലിൽ അതവിടെ സൈലൻസ് ആയിട്ട് കിടക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ വന്ന് നോക്കിയാൽ അത് മരം ആവില്ല. സോ അതിന് കുറച്ച് ടൈം കൊടുക്കണം. ഇപ്പം നമ്മളൊരു സൈലൻറ്റ് സ്റ്റേജിലാണ്, അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഫെയിലിയർ അല്ല. ആ സൈലൻറ്റ് സ്റ്റേജിൽ നിന്ന് ഒരു ട്രീക്ക് എത്തിപ്പെടാൻ കുറച്ച് ടൈം കൊടുക്കും. ആ ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ ഒരു ദിവസം ഇത് വർക്കാവും. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലാവും ഈ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കണ്ടിന്യൂസ്ലി നമ്മളൊരു ഷെഡ്യൂൾ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ വാച്ച് അവർ കുറയുന്ന കാണുമ്പോൾ വ്യൂസ് കുറയുന്ന കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഭയങ്കരമായിട്ട് അതൊരു ഫീലാണ്. കാരണം ആ ഫീലിൽ കൂടി ഇപ്പം ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അത് യൂട്യൂബ് ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഈ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഫീലോട് കൂടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. എന്തായാലും ഈ ഇപ്പോഴുള്ളൊരു സ്റ്റേജ് ഒരു ദിവസം എന്തായാലും ഇത് ഹൈ ആയിട്ട് വരും. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഈ സംഭവം നിർത്താതിരിക്കുക, പകുതിക്ക് വെച്ച് നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിന് മെയിൻ സംഭവം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര എഫേർട്ട് എടുത്ത് വീഡിയോ ഇട്ടാലും ഒരു ദിവസം ഇന്നിപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോസ് ഇടുന്ന ടൈമിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ അത് വ്യൂസ് കുറഞ്ഞു, വാച്ച് അവർ കുറഞ്ഞു എന്നൊക്കെ തോന്നി നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ക്വിറ്റ് ചെയ്ത് പോവരുത്. ഈ വീഡിയോ ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാനും ഇപ്പോൾ ആ ഫേസിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കലും നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഒരു ഡൗൺ ഉണ്ടെങ്കിലേ ഒരു അപ്പ് എന്തായാലും ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ഒരുമിച്ച് തന്നെ അത് ഫേസ് ചെയ്ത് പോകണം. സോ ഗൈസ്, ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല എന്ന് എനിക്കറിയാം. ബട്ട് എന്നെ പോലെ കുറച്ച് പേരെങ്കിലും യൂട്യൂബ് തുടങ്ങി ഒന്ന് മുമ്പോട്ട് വന്ന കുറച്ച് ബിഗിനേഴ്സെങ്കിലും ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.